ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജിനോ ജോണാണ്. പ്രിയപ്പെട്ടവരെ, തമിഴ്നാട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എൻ്റെ സപ്പോർട്ട് വിജയിക്കാണ്, ടി വിക്കാണ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്തുക്കളായവരും അതേപോലെ തന്നെ യു ഡി എഫിൻ്റെ സഖ്യകക്ഷികളിൽപ്പെട്ടവരും അല്ലാതെ കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസ്സുകാരോ ആയിട്ടുള്ള പലരും അതിനെ എതിർക്കുകയും എതിരഭിപ്രായം പറയുകയും ഒക്കെ ചെയ്തു. ഞാനത് സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ ഞാൻ വിജയ്ക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു കാരണം വിജയുടെ ഫാൻ ആയതുകൊണ്ട് മാത്രമല്ല. എനിക്ക് അറിയാവുന്ന ഒരുപാട് പേര് തമിഴ്നാട്ടിലുണ്ട്. എൻ്റെ ബന്ധുക്കളായിട്ടുള്ളവരുണ്ട്, അല്ലാതെ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ളവരുണ്ട്. അവരെല്ലാവരും പറഞ്ഞതനുസരിച്ച് അവിടെ DMKയും ADMKയും മറ്റ് പല രാഷ്ട്രീയ പാർട്ടികളും ജയിക്കുന്നതിന് വേണ്ടി ഒരു വോട്ടിന് 10,000 രൂപ വെച്ചാണ് കൊടുക്കുന്നത്. 5,000 മുതൽ 10,000 രൂപ വരെയാണ് ഒരു വോട്ടിന് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയധികം പൈസ ഓരോ വോട്ടിന് കൊടുക്കാൻ ഈ പാർട്ടികൾക്കൊക്കെ എങ്ങനെ സാധിച്ചു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതില്ലേ? അപ്പോൾ സാധാരണക്കാരനായ ജനങ്ങളുടെ ഫണ്ട് ഏതെങ്കിലും രീതിയിൽ അവർ വസൂലാക്കിയതോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലോ അഴിമതിയിലൂടെയോ അല്ലാതെയോ അവർ കൈക്കലാക്കിയ പണമാണ് അവർ ഇത്തരത്തിൽ ഈ വോട്ടിന് വേണ്ടി കാശ് കൊടുത്ത് വോട്ട് നേടി വിജയിക്കാനായിട്ട് ശ്രമിക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ തമിഴ്നാട്ടിൽ എനിക്ക് തോന്നുന്നത് എലക്ഷൻ ജയിക്കാനായിട്ട് വോട്ടിന് പൈസ കൊടുക്കാത്ത ഒരേ ഒരാൾ വിജയിയാണ്. അതല്ല ഏറ്റവും വലിയ ജനാധിപത്യം. കാരണം ജനങ്ങളുടെ വോട്ടവകാശത്തെ പണം കൊണ്ട് അട്ടിമറിക്കാൻ ശ്രമിക്കാതിരുന്ന ഒരേ ഒരാൾ വിജയിയാണ്. അതുകൊണ്ടാണ് ഞാൻ വിജയിനെ സപ്പോർട്ട് ചെയ്തത്. ഞാൻ പറഞ്ഞ പോലെ വിജയ് തമിഴ്നാട്ടിലെ നിർണായക ശക്തിയായി മാറി. അതേപോലെ തമിഴ്നാട്ടിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും അതേപോലെ യുവാക്കളുടെയും എല്ലാവിധ സപ്പോർട്ടും വിജയ്ക്ക് കിട്ടി. TVക്ക് 108 സീറ്റിൽ തമിഴ്നാട്ടിൽ വിജയിച്ച് കയറി. തമിഴ്നാട് രാഷ്ട്രീയത്തെ നിർണ്ണയിക്കുന്ന നിർണായക ശക്തിയായി വിജയ് മാറി എന്നതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ടാണ് ഞാൻ വിജയിനെ സപ്പോർട്ട് ചെയ്തത് അല്ലെങ്കിൽ TVക്ക് എന്നെ സപ്പോർട്ട് ചെയ്തത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. കാരണം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ജയിക്കാൻ വേണ്ടി ഒരു വോട്ടിനും പൈസ കൊടുക്കാതെ കൃത്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളാണ് വിജയ്. പലരും അദ്ദേഹത്തെ വിമർശിച്ചു. അദ്ദേഹം രാഷ്ട്രീയക്കാരനല്ല, അദ്ദേഹം സിനിമാക്കാരനാണ്, തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് ബോധമില്ല, ഇങ്ങനെയൊക്കെ പല രീതിയിലുള്ള വിമർശനങ്ങൾ പലരും ഉന്നയിച്ചു. പക്ഷേ എനിക്ക് തോന്നുന്നത് തമിഴ്നാട്ടിലെ ജനങ്ങൾ കൃത്യമായ രാഷ്ട്രീയ ബോധമുണ്ട്, ജനാധിപത്യ ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് പൈസ കൊടുത്ത് ജയിക്കാൻ ശ്രമിക്കാതിരുന്ന വിജയുടെ കക്ഷിയായ TVKനെ തന്നെ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നൽകി വിജയിപ്പിക്കാനായിട്ട് തമിഴ്നാട്ടിലെ ജനങ്ങൾ മുൻകൈയെടുത്തത്. പൈസ കൊടുത്ത് ജയിക്കാൻ ശ്രമിച്ച DMKയും ADMKയും മറ്റു എല്ലാവരും തകർന്നടിഞ്ഞ് തരിപ്പടമാകുന്ന കാഴ്ചയാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നമ്മൾ കണ്ടത്. അതുകൊണ്ട് വിജയ് ഫാനായ ഞാൻ ഇപ്പോഴും വിജയുടെ ഒപ്പം തന്നെയാണ്. തമിഴ്നാട്ടിൽ വിജയ്ക്ക് വോട്ട് ചെയ്ത് മികച്ച വിജയം സമ്മാനിച്ച തമിഴ്നാട്ടിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികളായ എല്ലാ വോട്ടർമാരോടും നന്ദിയും സ്നേഹവും അറിയിച്ചുകൊള്ളുന്നു. ജയ് വിജയ്.